ഇത് ഞാൻ ഒരു ഇൻട്രോ സോങ്ങൊക്കെ വെച്ച് സെറ്റാക്കിയതായിരുന്നു. പക്ഷെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് ഡിലീറ്റ് ആക്കി കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ഡിവോഷണൽ സോങ് ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് പോസിറ്റീവ് വൈബാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിലും ചില ഡേയൊക്കെ എനിക്കിങ്ങനെ ഡിവോഷണൽ സോങ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാറുണ്ട്. അങ്ങനത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഈ സോങ് വെച്ചാലേ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെയാണ് കേട്ടോ ഓർമ്മ വരിക. എൻ്റെ ഓർമ്മ വരുന്ന ആ ഒരു കാലം തൊട്ട് അച്ഛൻ ഈ ഒരു ചാനൽ വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ ഡിവോഷണൽ സോങ് കേൾക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഹിന്ദു ഡിവോഷണൽ സോങ് മാത്രമൊന്നുമല്ല കേട്ടോ, ആ ടൈമിൽ എല്ലാ ചാനലിലും എല്ലാ നല്ല നല്ല ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങും ഒക്കെ വെക്കുമായിരുന്നേ. അപ്പോൾ അച്ഛനാണെങ്കിൽ 5 മണിക്ക് എണീറ്റിട്ട് വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വേറെ തന്നെ ആയിരിക്കില്ലേ, അത്ര രാവിലെ തന്നെ എണീറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പം ആലോചിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതൊക്കെ ഇപ്പം ഒരിക്കലും തിരിച്ചിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഓൾറെഡി ദോശ ചുട്ട് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാനാണെങ്കിൽ ത്രിജുവിന് സ്പെഷ്യലായിട്ട് ദോശ ചുടാമെന്ന് വിചാരിച്ചേ. ദോശക്ക് ഈ ബീട്രൂട്ട് അരച്ചിട്ടാണ് കേട്ടോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അവനങ്ങനെ ബീട്രൂട്ടൊന്നും കഴിക്കൂലേ. അപ്പോൾ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊന്നും കൂടെ കഴിച്ചോളും, അവർക്ക് ഇഷ്ടമായിക്കോളും ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ അവനും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയ ദോശയ്ക്ക്. അപ്പം ഞങ്ങൾക്ക് സാധാ ദോശ തന്നെയാണ്. അപ്പോൾ എനിക്കധികം ബീട്രൂട്ട് ഇങ്ങനെ ദോശയിലൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചമ്മന്തിയാണേ. പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാ സ്ഥലവും ക്ലീൻ ആക്കിയിട്ടു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ പാത്രങ്ങളും അപ്പം തന്നെ കഴുകി വെച്ചാൽ പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നീറ്റാക്കാനുള്ള ഒരു പണി പിന്നെ ഉണ്ടാവില്ല, അന്നേരം തന്നെ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും അച്ഛനും ഒക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും മോനുമാണ് കഴിച്ചത്. അപ്പോഴത്തേക്കും മഴ ഏകദേശമൊക്കെ ഒരു തോർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തേ തുണി. സാധാരണ ഞാൻ കല്ലിൽ തന്നെ അലക്കൽ, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് രാവിലെ ഇങ്ങനത്തെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മളെ പണിയൊക്കെ കഴിയും കേട്ടോ. മെയിനായിട്ടുള്ള പണിയൊക്കെ തീർത്താൽ വേഗം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി. സാധാരണ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കാറ് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ. ഇന്നാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇന്നാണ് ചക്കക്കുരു മുരിങ്ങക്കായും കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ചക്കക്കുരു കറി വെക്കുന്നതിന് മുന്നേ തന്നെ മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേക്ക് അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതും കൂടെ വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് മുരിങ്ങക്കായ് ചക്കക്കുരുവും കൂടെ മിക്സ് ആക്കി കേട്ടോ, ചക്കക്കുരു വെന്തതിന് ശേഷം. എന്നിട്ട് തേങ്ങ അരച്ചൊഴിച്ചു. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു പൊരിക്കാൻ, അങ്ങനെ അതും പൊരിച്ചു. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയും സെറ്റാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന് ഉള്ളത്. പിന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക രാവിലെ അമ്മ പോകുന്നതിന് മുന്നേ പുഴുങ്ങിയതാണ്. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ വേഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മുകളിലേക്ക് ആറിയിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. മുറ്റത്തൊക്കെ നിറച്ച് അയലുണ്ടെങ്കിലും ഇപ്പോൾ മഴ ആയതുകൊണ്ട് അങ്ങനെയായിട്ട് ആറിയിടാനും പറ്റില്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഞാനിങ്ങനെ അടിച്ചു വാരാൻ നിന്നു കേട്ടോ. അടിച്ചു വാരൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുന്നതാണ്. അപ്പോൾ ഒരു നല്ല ഉളർമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രിജുവിനെ വിളിക്കുകയാണേ. ത്രിജു ആണെങ്കിൽ ഇവിടെ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് കേട്ടോ. ഇപ്പോൾ അവൻ അംഗനവാടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം കളി തന്നെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക്